ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ഹോം മേക്കറിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നൊരു റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. ഫിഷ് റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മീൻ വറുത്തോ അല്ലെങ്കിൽ കറി വെച്ചൊക്കെയല്ലേ കഴിക്കാറ്. അപ്പോൾ ഇത്തവണ നമുക്ക് ഫിഷ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: മീൻ വേണം. ഞാനിവിടെ കേരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/4 കിലോ, അതായത് 250 ഗ്രാം കേരയുണ്ട്. ഇത് ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ നീര്, ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫിഷ് ഒന്ന് വറുത്തെടുക്കണം. വറുത്താണ് നമ്മളിത് കറിയിൽ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. സവാള ഒന്ന് ചതച്ച പോലെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. ഒരു തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേപ്പില വേണം. 3 തണ്ട് വേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വേണം 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും നമുക്കിതിലേക്ക് ആവശ്യമാണ്. നമുക്ക് ഫിഷ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഫിഷ് വറുത്തെടുക്കാൻ വയ്ക്കാം. ഇനി അതൊന്ന് വറുത്തിട്ട് മാറ്റി വയ്ക്കണം നമ്മൾ. ഇനി ഒരു പാത്രം ഗ്യാസ് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പാത്രം നന്നായി ചൂടാവണം. ചൂടായ ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മീൻ കറിയൊക്കെ വയ്ക്കാനായിട്ട് ഏറ്റവും സാധാ വെളിച്ചെണ്ണയിൽ വയ്ക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇങ്ങനെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, സാധാരണ നമ്മൾ അരിയുന്ന പോലെ നൈസായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഗ്രേവിക്ക് കുറച്ചൊരു തിക്നെസ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ തക്കാളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായി വെന്ത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു പരുവാവണം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി എടുത്തിരിക്കുന്നതാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ തീയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അടിക്കൊന്നും പിടിക്കില്ല. മാത്രമല്ല കറിക്ക് സ്വാദ് കൂടുകയും ചെയ്യും. അപ്പം ഇത് ചേർത്ത് പൊടികളൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതിരിക്കാൻ, അതായത് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മൾ മീൻ കറി വയ്ക്കുമ്പോൾ കുടംപുളിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല. അതിന് പകരമാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ്. അപ്പം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന
മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കേരയാണ് എടുത്തിരിക്കുന്നത്. നെയ്മീനൊക്കെ കിട്ടുവാണെങ്കിൽ നെയ്മീൻ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. അപ്പം നെയ്മീനാണ് ഈ ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. നെയ്മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പം നമ്മൾ കേര വെച്ചല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം കേര നല്ല ടേസ്റ്റാണ്. പിന്നെ മുള്ളില്ലാത്ത മീനാണ് ഫിഷ് റോസ്റ്റിന് ഏറ്റവും നല്ലത്. മുള്ളുള്ള മീൻ വെച്ച് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സക്സസ് ആയി വരില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.